ഒരു കാൽ നഷ്ടപ്പെട്ടു, വാർദ്ധക്യത്തിലുമെത്തി. പക്ഷേ തോറ്റുകൊടുക്കാൻ രാജുചേട്ടൻ തയ്യാറല്ല. 30 വർഷമായി വാടക വീട്ടിലാണ് താമസം. ലോട്ടറി വിൽപ്പനയാണ് ഉപജീവന മാർഗം. പലതവണ ലൈഫ് മിഷനിൽ പേര് വന്നെങ്കിലും ഇതുവരെയും വീട് കിട്ടിയിട്ടില്ല. ഇപ്പം എൻ്റെ കാല് നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു 5 വർഷം മുമ്പ് കൂലിപ്പണിയായിരുന്നു. വാടകയ്ക്കാണ് താമസിക്കുന്നത്. 32 വർഷം കൊണ്ട് വാടകയ്ക്കാണ്. ഇവിടെ മന്ത്രിക്ക് എല്ലാവർക്കും നമ്മുടെ പഞ്ചായത്തിലൊക്കെ അപേക്ഷ കൊടുത്തിട്ട് 5 വർഷമായി കൊടുത്തിട്ട്. എൻ്റെ പേര് ഒന്നാമത്തെ പേരാണ് ലിസ്റ്റിൽ. ഇതുവരെയായിട്ട് ഒന്നും ആയിട്ടില്ല. കാൽ മുറിച്ചു മാറ്റിയ ശേഷം 6 വർഷമായി ലോട്ടറി വിൽപ്പനയാണ് തൊഴിൽ. വികലാംഗനാണെങ്കിലും വികലാംഗ പെൻഷൻ നിലവിൽ കിട്ടുന്നില്ല. ലോട്ടറി വിൽപ്പനയ്ക്കായി ഒരു വികലാംഗ വാഹനത്തിന് പലതവണ അപേക്ഷ നൽകിയെങ്കിലും അതും കിട്ടിയിട്ടില്ല. ഞാൻ വണ്ടിക്ക് പൂജപ്പുര പോയി അപേക്ഷ കൊടുത്ത്, എന്നിട്ട് പോലും അവർ പറഞ്ഞു വിടുമ്പോൾ ഇവിടെ വണ്ടിയൊന്നുമില്ല. ലോട്ടറി വിൽപ്പന ഉപജീവന മാർഗമാക്കിയ ഒട്ടനവധി പേരുണ്ട്. പഴയതുപോലെ വിൽപ്പന ഇപ്പോഴില്ല. കച്ചവടം വളരെ കുറവാണ്. ഈ തൊഴിൽ മേഖല ആകെ പ്രതിസന്ധിയിലാണ്. രാജുചേട്ടനെ പോലെ പൊരിവെയിലിൽ ലോട്ടറിയുമായി കുടുംബം പോറ്റാനിറങ്ങുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവരുടെ പ്രശ്നങ്ങളും അധികാരികൾ അറിയണം. ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിക്ക് നമുക്ക് ഒരു പറയണം, ഒരു വീടായാലും ഒരു തൊഴിലിന് വേണ്ടിയുള്ള സാധ്യത ഒരു വണ്ടിക്ക്. തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ചുപേരുടെ ദുഃഖങ്ങൾ മാത്രം കേട്ടാൽ എങ്ങനെയാണ് തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ അറിയാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നത്? ജീവിക്കാൻ വേണ്ടി വയ്യായ്മയിലും ചെറുകിട ജോലികൾ ചെയ്യുന്ന ഒട്ടനവധി പേരുണ്ട് നമ്മുടെ നാട്ടിൽ. രാജുചേട്ടനെ പോലെയുള്ളവരെയൊക്കെ മുഖ്യമന്ത്രി കേൾക്കേണ്ടതാണ്. ഇവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടതാണ്. സജികുമാറിനൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.